ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. യൂട്യൂബ് തുടങ്ങണം, എന്തെങ്കിലും ക്രിയേറ്റീവായി ചെയ്യണമെന്ന് പണ്ടൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് അതിൻ്റെ ടൈം കിട്ടിയത്. ഞാൻ ഇപ്പം SSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുകയാണ് വീട്ടിൽ നിന്ന്. അപ്പോൾ എൻ്റെ ജേർണി ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്യാമെന്ന് കരുതി. അതെനിക്ക് പിന്നീട് കാണാനും ഇപ്പം പഠിക്കുമ്പോഴുള്ള മടുപ്പ് മാറ്റാനും പിന്നെ ആർക്കെങ്കിലും യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് തുടങ്ങിയതാണ്. ഇത് ഞാൻ മോർണിംഗ് എടുത്ത കുറച്ച് വീഡിയോ ക്ലിപ്സാണ്. അത് വെച്ചൊരു ഇൻട്രോ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യമേ പറയാമല്ലോ, എനിക്കിതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. വീഡിയോ എടുക്കുന്നത് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തതാണെന്ന് വിചാരിച്ചാൽ മതി. എല്ലാ കാര്യവും അങ്ങനെയല്ലേ, ഒന്ന് തുടങ്ങി കിട്ടാനല്ലേ ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ എന്ത് കാര്യമായാലും അതിലിറങ്ങിയാൽ മാത്രമേ അതിൻ്റെ പുറകിൽ നടക്കുന്ന റിയൽ കഷ്ടപ്പാട് മനസ്സിലാകുള്ളൂ. പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട് വേണമെന്ന് വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം ടൈമും എഫേർട്സും അതിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ആ പ്രോസസ്സ് എൻജോയ് ചെയ്യാൻ സാധിക്കും. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ SSC എക്സാംസിനെ പറ്റി അവയർനെസ് വളരെ കുറവാണ്. ബാങ്കും PSCയും ഒക്കെ അറിയാം എല്ലാവർക്കും. അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തരാം. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ഇപ്പോൾ BNC ലെവലിലേക്കുള്ള സെൻട്രൽ ഗവൺമെൻറ് ജോബിലേക്കുള്ള എക്സാമാണ്. അത് 10th +2 ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എഴുതാൻ സാധിക്കും. ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് CGL കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ, അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഈ മാസം 31 വരും എന്നാണ് കലണ്ടറിലുള്ളത്. Tier 1 എക്സാം മെയ് ജൂണിലുണ്ടാകും. +2 ക്വാളിഫിക്കേഷനിൽ CHSL കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാം ഏപ്രിലിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ജൂലൈ സെപ്റ്റംബറിൽ ഉണ്ടാകും എക്സാം Tier 1. 10th ക്വാളിഫിക്കേഷനിൽ വരുന്നതാണ് MTS മൾട്ടി ടാസ്കിംഗ് ആൻഡ് നോൺ ടെക്നിക്കൽ സ്റ്റാഫ് എക്സാമിനേഷൻ. അത് ഒരു ലെവലേ ഉള്ളൂ. ജൂൺ 30 നോട്ടിഫിക്കേഷൻ വരിക. പിന്നെ സെപ്റ്റംബർ നവംബറിൽ എക്സാം ഉണ്ടാകും ഈ വർഷം. മെയിൻലി ഈ 3 എക്സാംസാണ് ഉള്ളത്. പിന്നെ ആംഡ് ഫോഴ്സിലേക്കുള്ള CPOയും GDയും ഉണ്ട്. CPO ഗ്രാജുവേറ്റ് ലെവലും GD 10th ലെവലും ഉള്ളതാണ്. ഫിസിക്കൽ അങ്ങനെയൊക്കെ ഉണ്ട് അതിന്. CGLും CHSLും 2 ലെവലുണ്ട്. Tier 1 Tier 2 ഉണ്ട്. പിന്നെ ടൈപ്പിംഗ് ടെസ്റ്റും ഉണ്ടാകും. പിന്നെ പഠിക്കാനുള്ള സബ്ജക്റ്റ് 4 ഉള്ളത്. ഇംഗ്ലീഷ്, GK, റീസണിങ്, മാത്സ്. CGL എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ Tier 1ൽ 25 ക്വസ്റ്റ്യൻ വെച്ചിട്ട് 4 സബ്ജക്റ്റും 100 ക്വസ്റ്റ്യൻസാണ് ടോട്ടൽ ഉണ്ടാക്കുക. 1 hour ടൈം. ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ചിട്ടാണ്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. തെറ്റിയ ഉത്തരത്തിന് 0.5 മാർക്ക് വെച്ച് കുറയും. സെക്ഷൻ 2ൽ ഇംഗ്ലീഷും GKയും. ഇംഗ്ലീഷ് 45 ക്വസ്റ്റ്യൻസും GK 25 ക്വസ്റ്റ്യൻസും. 2ൽ ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക് വെച്ചിട്ടാണ്. നെഗറ്റീവ് മാർക്കിംഗ് -1. ഇത് കൂടാതെ 50 മിനിറ്റ് കമ്പ്യൂട്ടർ ഉണ്ടാകും 20 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട്. അത് ക്വാളിഫൈ ആയാൽ മതി. അതുപോലെ ടൈപ്പിംഗ് ടെസ്റ്റും ഉണ്ടാകും 50 മിനിറ്റ് വെച്ച്. അതും ക്വാളിഫൈ ആയാൽ മതി. Tier 1 ക്വാളിഫൈ ആവാൻ വേണ്ടി കട്ട് ഓഫ് എടുക്കുക. പിന്നെ Tier 2ൻ്റെ മാർക്കായിരിക്കും നമ്മളെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് തീരുമാനിക്കുക. പിന്നെ പേപ്പർ 2 ആയിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു പേപ്പർ കൂടിയുണ്ട്. അത് JSO അങ്ങനത്തെ പോസ്റ്റിന് വേണ്ടിയിട്ട് എഴുതുന്നതാണ്. CHSL എക്സാമും ഇതുപോലെ തന്നെ CGL പോലെ തന്നെയാണ്. MTS എക്സാം ആണെങ്കിൽ 2 സെക്ഷനുണ്ട്. ഫസ്റ്റ് സെക്ഷൻ മാത്സും റീസണിങ്ങും 20 ക്വസ്റ്റ്യൻസ് വെച്ച് ടോട്ടൽ 40 ക്വസ്റ്റ്യൻസ്. അത് ക്വാളിഫൈ ആയാൽ മതി. സെക്ഷൻ 2ൻ്റെ മാർക്കാണ് നോക്കുക. GKയും ഇംഗ്ലീഷും അതിന് 3 മാർക്സ് വെച്ചിട്ടാണ്. 25 ക്വസ്റ്റ്യൻസ് വെച്ചാണ്. കഴിഞ്ഞ് അവൽത്താൾ പോസ്റ്റിന് ഫിസിക്കലും കൂടി ഉണ്ടാകും. ഇത്രയാണ് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.